അങ്ങനെ കാര്യമായ കല്ലുകടികളൊന്നുമില്ലാതെ കേന്ദ്രമന്ത്രിസഭ യാഥാർത്ഥ്യമായിരിക്കുന്നു. കേരളത്തിന് അഭിമാനിക്കാം, 2 കേന്ദ്രമന്ത്രിമാർ. കേവലം ഒരു ലോക്സഭ എംപിയെ മാത്രം പ്രദാനം ചെയ്ത കേരളത്തിന് ബോണസായി മറ്റൊരു എംപിയെയും കൂടി മന്ത്രിസഭയിൽ എടുക്കാനുള്ള യോഗമുണ്ടായിരിക്കുന്നു. 2 സഹമന്ത്രിമാർ. സ്വാഭാവികമായി സുരേഷ് ഗോപിയുടെ കാര്യം നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം തൃശൂർ മണ്ഡലത്തിൽ വിജയിച്ചു വന്ന സുരേഷ് ഗോപിക്ക് കേരളം മാത്രമല്ല തമിഴ്നാടിന്റെ കൂടി പരിഗണനയുണ്ട്. കാരണം കേരളത്തിലും തമിഴ്നാടിലുമായി താമര ഇപ്രാവശ്യം വിരിഞ്ഞത് ഏക സീറ്റിലാണ്. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് നമുക്കറിയാമായിരുന്നു എന്തായാലും കേരളത്തിന്റെ കോട്ടായും തമിഴ്നാടിന്റെ കോട്ടായും ദക്ഷിണേന്ത്യയുടെ മൊത്തം കോട്ട, ഏറ്റവും തെക്കുള്ള ഭാഗത്തിന്റെ എല്ലാം കോട്ട സുരേഷ് ഗോപിയിലൂടെ വരും. ഒരുപക്ഷെ അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രി പദം പ്രതീക്ഷിച്ചിരുന്നുവോ എന്ന സംശയമുണ്ട്. കാരണം അദ്ദേഹം കേവലം 2ാം തവണ മാത്രമാണ് പാർലമെന്റിൽ, ആദ്യ തവണ രാജ്യസഭയിലായിരുന്നു, ഇപ്രാവശ്യം ആദ്യമായി ലോക്സഭയിൽ. അത്രയും മാത്രം സീനിയോറിറ്റിയുള്ള ഒരു പാർലമെന്റ് അംഗത്തെ സാധാരണ ക്യാബിനറ്റ് മന്ത്രി പദമോ ഒന്നും കൊടുക്കാറില്ല. പരമാവധി കൊടുക്കാനാവുന്നത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി പദമാണ്. പക്ഷെ ഇപ്രാവശ്യം കേന്ദ്രമന്ത്രിസഭയിൽ 72 അംഗങ്ങളുണ്ട്, പ്രധാനമന്ത്രി ഉൾപ്പെടെ. അപ്പോൾ 31 ക്യാബിനറ്റ് മന്ത്രിമാർ, പ്രധാനമന്ത്രിക്ക് പുറമെ 31 ക്യാബിനറ്റ് മന്ത്രിമാർ. അവിടെ സ്ഥാനം കിട്ടിയില്ല. പക്ഷെ 5 സഹമന്ത്രിമാർ ഇതിനിടയിലുണ്ട്. 30 ക്യാബിനറ്റ് മന്ത്രിമാരോടൊപ്പം തന്നെ 5 സഹമന്ത്രിമാരുമുണ്ട്. ഈ 5 സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി പദത്തിൽ ഏതെങ്കിലും ഒന്ന് സ്വാഭാവികമായും ലഭിക്കാമെന്നൊരു ചിന്ത സുരേഷ് ഗോപിക്കുണ്ട്. അതുകൊണ്ടാണോ ഒരുപക്ഷെ അദ്ദേഹം സത്യപ്രതിജ്ഞാ ചടങ്ങിന് തൊട്ട് മുൻപ് കേരളത്തിലേക്ക് തിരികെ എത്തുകയും പിന്നെ പെട്ടെന്ന് ധൃതി പിടിച്ച് വെപ്രാളത്തിൽ സത്യപ്രതിജ്ഞയുടെ സമയത്തിന് എത്തുകയും ആ പ്രധാനമന്ത്രി നടത്തിയ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാനൊന്നും ആവാതെ പോവുകയും ഒക്കെ ചെയ്തതിന്റെ പിന്നിൽ ഇതാണോ? അത് മാത്രമല്ല, അദ്ദേഹം പൂർണ്ണമായി തൃപ്തനാണോ എന്ന ചോദ്യം ചില കേന്ദ്രങ്ങളിൽ നിന്നെങ്കിലും ഉയരുന്നു. അദ്ദേഹത്തിന് തന്നെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് കേരളത്തിന് ലഭിക്കാനുള്ളത് കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയെടുക്കാനുള്ള ഒരു ഉപാധി അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് ഞാനൊരു വടമായിരിക്കും. തനി സിനിമാറ്റിക് സ്റ്റൈലിൽ പറയുകയാണ്, ഞാൻ വലിച്ചു കൊണ്ടുവരും ആ വടം കെട്ടി കേന്ദ്ര സഹായം ഞാൻ എത്തിക്കും. 10 മന്ത്രാലയങ്ങളുടെയെങ്കിലും ഒരു കോർഡിനേഷൻ സാധ്യമാകുന്ന ഒരു പദവിയാണ് എനിക്ക് വേണ്ടത്, മന്ത്രി പദമല്ല എന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പല ആവർത്തി പറഞ്ഞതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷവും അത് തന്നെയാണോ മനസ്സിലെന്നറിയില്ല. ഒരുപക്ഷെ ക്യാബിനറ്റ് മന്ത്രി പദം ലഭിക്കാത്തതിലുള്ള ഒരു നിരാശ, അദ്ദേഹത്തിന് നിരാശയല്ല, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ ഒരു നിരാശയും എല്ലാം ഇതിനകത്ത് ചേർന്നു. പക്ഷേ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു, അത് നല്ല കാര്യം. പക്ഷേ ജോർജ് കുര്യന്റെ ഒരു സാന്നിധ്യം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ജോർജ് കുര്യൻ ആദ്യം മുതൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ ചെറുപ്പത്തിൽ തന്നെ വന്ന്, അങ്ങനെ അടിയന്തരാവസ്ഥയുടെ സമയത്ത് വിദ്യാർത്ഥി ജനത ആയിട്ട് വന്ന്, അതിനുശേഷം യുവ മോർച്ച, അത് കഴിഞ്ഞ് എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞ് പാർട്ടിക്കുള്ളിലെ വളരെ സൈലന്റ് സാന്നിധ്യം. അദ്ദേഹം ഒരു വിവാദ പുരുഷനെ അല്ല, യാതൊരു കോൺട്രവേഴ്സിയിലും ഇടപെടാതെ, അനാവശ്യമായി ഒരു പ്രസ്താവനയും നടത്താതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടന അടിത്തറ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ ശ്രദ്ധാലുവായി നിന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം പലപ്പോഴും വെള്ളി വെളിച്ചത്തിൽ നിന്ന് മാറുന്നു. ടെലിവിഷൻ ഡിബേറ്റുകളിലൊക്കെ വ്യാപകമായി വരുന്ന മുഖമാണെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ 1-2 പ്രാവശ്യം മത്സരിച്ചു എങ്കിൽ പോലും കാര്യമായി ആഘോഷിക്കപ്പെടാതെ പോയ ഒരു താരമാണ് അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നൽകുന്ന സന്ദേശമാണ് വളരെ പ്രധാനം. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയെ കുറിച്ചുള്ള വലിയ ആരോപണം ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നാണ്. പക്ഷെ ന്യൂനപക്ഷമായ ക്രൈസ്തവ വിഭാഗം, ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഏതാണ്ട് 3% വരും ക്രൈസ്തവ വിഭാഗം. അതിൽ കേരളത്തിന് ജനസംഖ്യയുടെ 18% വരുന്ന ക്രൈസ്തവരുടെ ഒരു പിന്തുണ അനിവാര്യമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ വളർന്ന് പന്തലിക്കണമെങ്കിൽ. ഇപ്പോൾ തന്നെ BJP ഉൾപ്പെടുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരു വോട്ട് ഷെയർ 19.2% എത്തി നിൽക്കുകയാണ്. 15% നിന്നും കഴിഞ്ഞ 5 വർഷം കൊണ്ട് 19-ലധികം ശതമാനമായി വളരാൻ സാധിച്ചു. UDFന്റെ വോട്ട് ഷെയർ കുറയുകയുണ്ടായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 47% നിന്നും 44% കുറഞ്ഞു. LDFന്റെ വോട്ട് ഷെയർ 35% നിന്നും 33% കുറയുന്ന കാഴ്ച കണ്ടു. ഈ 2 വിഭാഗങ്ങൾക്കും നഷ്ടപ്പെടുന്ന വോട്ടുകൾ BJPയിലേക്കും NDAയിലേക്കും സ്വാംശീകരിക്കപ്പെടുകയാണ്. അതിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രൽ വിക്ടറിയായി മാറ്റണമെങ്കിൽ മധ്യതിരുവിതാംകൂറിലെ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായി വരും. കഴിഞ്ഞ CSDSന്റെ
സർവേ അനുസരിച്ച്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള സർവേ അനുസരിച്ച് 5% ക്രൈസ്തവ വോട്ടുകളാണ് NDAക്ക് കേരളത്തിൽ പോൾ ചെയ്യപ്പെട്ടത്. അതൊരു 10%-ത്തിലേക്കെങ്കിലും വളർത്തിയെടുക്കണമെങ്കിൽ ഒരു ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുന്നതായി ഒരു തോന്നൽ വേണം, ഒരു പ്രതീതി വേണം. അവിടെയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ മുൻ വൈസ് ചെയർമാൻ കൂടിയായ അഡ്വക്കേറ്റ് ജോർജ് കുര്യന്റെ പ്രസക്തി. ആ ഒരു തസ്തികയിൽ ഇരുന്ന് പരിചയമുള്ള അദ്ദേഹം ഒരുപക്ഷെ മന്ത്രിസഭ വകുപ്പ് വിഭജനം ഉടനെ തന്നെ ഉണ്ടാകും. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അതുണ്ടാകും. എങ്കിലും എന്റെ ഒരു ഊഹം, ന്യൂനപക്ഷ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഒരു സഹമന്ത്രി പദമാണ് ഞാൻ അദ്ദേഹത്തിൽ കാണുന്നത്. അത് ഒരു പാലമായി ഒരുപക്ഷെ മണിപ്പൂരിന്റെ മുറിവുകൾ ഉണക്കാൻ പര്യാപ്തമാകുമോ എന്ന് സംശയമുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങളിലേക്കെങ്കിലും, അത് മാത്രമല്ല മധ്യ ഇന്ത്യയിലെ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒറീസയിലും ഒക്കെയുള്ള ജനമുണ്ട്, വലിയ തോതിലുള്ള ട്രൈബൽ പോപ്പുലേഷൻ ഉണ്ട്. അവരൊക്കെ ഒരു ക്രൈസ്തവ മേഖലകളാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെയൊക്കെയുള്ള പിന്നോക്കാവസ്ഥയും ആ ക്രൈസ്തവർ, അവരൊക്കെ പൊതുവേ ട്രൈബൽ ബെൽറ്റിൽ ആദിവാസി ട്രൈബൽ വിഭാഗം പരമ്പരാഗതമായി കോൺഗ്രസ് വോട്ടേഴ്സ് ആയിരുന്നു. ഇപ്പോഴത് മാറി വരുന്നു. അത് കൺവേർട്ട് ചെയ്ത് അവിടങ്ങളിലെയും ക്രൈസ്തവ വോട്ടുകളെ സ്റ്റെബിലൈസ് ചെയ്യുക എന്ന ദൗത്യവും BJPയുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് ജോർജ് കുര്യന്റെ സെലക്ഷൻ ഒരുപാട് സാധ്യതകളുടെ വാതിലാണ് BJPക്ക് മുന്നിൽ തുറന്നിടുന്നത്. ഒരു കാര്യത്തിൽ BJPയുടെ പ്രവർത്തകർക്ക് ആഹ്ലാദിക്കാം. കാരണം താഴെ തട്ടിൽ നിന്നും ഘട്ടം ഘട്ടമായി ഉയർന്നു വന്ന ഒരു ശാന്തനായ നേതാവാണ് അദ്ദേഹം, ജോർജ് കുര്യൻ. അല്ലാതെ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി നാടകീയമായി എത്തി മത്സര രംഗത്തേക്ക് ചാടി വീഴുന്നത് പോലെയല്ല, അല്ലെങ്കിൽ AP അബ്ദുള്ള കുട്ടി 3 പാർട്ടികൾ മാറി ഒരു ന്യൂനപക്ഷ മുഖമായി BJPയിലേക്ക് എത്തുന്നത് പോലെയല്ല. അതുപോലെ മറ്റാരെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും കടന്നു വരുന്ന PC ജോർജ് എത്രയോ പാർട്ടികൾ മാറുകയും സ്വന്തം പാർട്ടി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തയാളാണ്. അതിൽ നിന്നും വിഭിന്നമായി ജൈവികമായ ഒരു വളർച്ച BJPക്കുള്ളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ജോർജ് കുര്യൻ. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ഇത് മലയാളിക്ക് ലഭിച്ച അംഗീകാരമായി കരുതാം. കേവലം ഒരു സീറ്റ് മാത്രമാണ് മലയാളി BJP കൊടുത്തത് ലോക്സഭയിൽ. അപ്പൊ അദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് കൊണ്ടുവന്നത് വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് ജോർജ് കുര്യനെ രാജ്യസഭയിലേക്ക് എത്തിക്കേണ്ട ഒരു നിയോഗവും വന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു രാജ്യസഭ അംഗം കൂടി ഉണ്ടാവുകയാണ് കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ. അതുകൊണ്ട് കേരളത്തിന് അഭിമാനിക്കാം. സുരേഷ് ഗോപിക്കും അഡ്വക്കേറ്റ് ജോർജ് കുര്യനും എല്ലാവിധ നന്മകളും മലയാളികൾക്ക് നേരാം.